UDF-ൽ അസോസിയേറ്റ് അംഗത്വം നൽകിയത് സ്വാഗതാർഹമെന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷ CK ജാനു. UDF എല്ലാ ആളുകളെയും ഒപ്പം നിർത്തുന്ന സമീപനം സ്വീകരിക്കുകയാണ്. മുത്തങ്ങ വെടിവെപ്പ് UDF കാലത്ത് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനുശേഷം UDF-ൽ നിന്നുണ്ടായത് ഏറ്റവും അനുകൂലമായ സമീപനമാണ് എന്നതാണ് CK ജാനുവിന്റെ പ്രതികരണം. കേൾക്കാം. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിലെ UDF-ആയിട്ടുള്ള ഒരു ചർച്ച, കുറച്ച് ഒരു നീണ്ട ചർച്ച നടന്നിട്ടുണ്ട് ഇതിനു മുമ്പേ. അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ അസോസിയേറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ പരിഗണിച്ചിരിക്കുന്നത്. അത് വളരെ സ്വാഗതാർഹമാണ്. ശരിക്കും ആളുകളൊക്കെ അങ്ങനെ ഒരു അംഗത്വത്തെ ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. UDF ഒരു ജനാധിപത്യ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ആളുകളെയും അതിൻ്റെ ഒപ്പം നിർത്തുന്ന ഒരു ജനാധിപത്യ സമീപനം UDF-ന് ശരിക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ജനാധിപത്യ സമീപനത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യരാശിയുടെ തന്നെ ഒരു നിലപാട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിലേക്ക് ചർച്ചകൾ ഉണ്ടായിരുന്നു, അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൽ സ്ഥിരീകരണമായ സ്ഥിതിക്ക് CK ജാനു എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? അനുജ, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ലഭിച്ച പശ്ചാത്തലത്തിലായിരുന്നു CK ജാനുവിന്റെ പ്രതികരണം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലുള്ള നിലപാട് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതല്പം വൈകി. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിന് മുന്നോടിയായി UDF-നെ കരുത്ത് ആക്കുക എന്നുള്ള ഒരു അത്തരത്തിലുള്ള നിലപാടിന്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചതെന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം. എന്തായാലും ഈ UDF-ന്റെ നിലപാട് സ്വാഗതാർഹം എന്നുള്ളതാണ് CK ജാനു പറയുന്നത്. ഇത് ജനാധിപത്യ സമീപനമാണ് എന്നവർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴാണ് നടന്നിട്ടുള്ളത്. ആദിവാസികൾക്ക് അനുകൂലമായ തീരുമാനങ്ങളെല്ലാം UDF സർക്കാരാണ് ഉണ്ടാക്കിയത്. ഈ ആളുകളുടെ ആവലാതികൾ കേൾക്കുക എന്നുള്ള ജനാധിപത്യ മര്യാദ എപ്പോഴും UDF പുലർത്തുന്നുണ്ട്. എന്തായാലും പാർട്ടി പ്രവർത്തകരൊക്കെ സന്തോഷത്തിലാണ്. പായസം വിതരണം ചെയ്തും മറ്റും ഈ UDF-ലേക്കുള്ള പ്രവേശനം ആഘോഷിക്കുകയാണ് പാർട്ടി പ്രവർത്തകരെന്നും CK ജാനു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് ചർച്ചകളൊന്നും നിലവിൽ നടന്നിട്ടില്ല. അത്തരം സീറ്റുകളൊക്കെ ലഭിക്കേണ്ടതുണ്ട്, അർഹമായ പ്രാതിനിധ്യം ലഭിക്കേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെ അടുത്ത വരുന്ന ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യുമെന്നുള്ളതും CK ജാനു വ്യക്തമാക്കുന്നുണ്ട്. NDA പോയ തീരുമാനം അത് തെറ്റായിരുന്നില്ല. പക്ഷേ അവിടെ മുന്നണിയിലേക്ക് പോയ ശേഷം പിന്നീട് തികഞ്ഞ അവഗണനയാണ് NDAയുടെ ഭാഗത്തുനിന്ന് BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും CK ജാനു പറയുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം UDF-ന് അനുകൂലമായി മാറിയിട്ടുണ്ടെന്നും ഒപ്പം തന്നെ ഈ ആദിവാസികൾക്കിടയിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകണം എന്നുള്ളതും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ മുത്തങ്ങ വെടിവെപ്പ് UDF സർക്കാരിന്റെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം, ആ സംഭവത്തിന് ശേഷം ആദിവാസികൾക്ക് അനുകൂലമായ നിലപാട് പല ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് UDF ആണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ആദിവാസികൾക്ക് അനുകൂലമായ നിയമങ്ങൾ മുഴുവൻ ഭേദഗതി ചെയ്ത് LDF ആണെന്നുള്ള കുറ്റപ്പെടുത്തൽ അവർ നടത്തുന്നുണ്ട്. 9 വർഷമായി LDF ജനവിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി UDF-ലേക്ക് പോയത് വളരെ സ്വാഗതാർഹമായ നിലപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തുടർന്ന് സജീവമായ രീതിയിൽ തന്നെ UDF-ന് വേണ്ടി ഇടപെടും എന്നുള്ള കാര്യം ആദിവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന മുന്നണി എന്നതാണ് LDF-ന്റെ രൂക്ഷ വിമർശനമാണ് CK ജാനു ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.